മൊസൈക്ക് ഇന്ത്യ. നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തണുത്ത പൂന്തണൽ വീശി പടർന്നു ചൂഴ്ന്നു നിൽക്കുന്ന മരത്തിൻ്റെ തിരുമൂടിക്കിത തോഴുന്നേൻ. നീലകണ്ഠസ്വാമിയെപ്പോൽ വിഷം താനേ ഭുജിച്ചിട്ട് പ്രാണവായു തരുന്നോനായിത തോഴുന്നേൻ. മരങ്ങളെ സ്നേഹിച്ച മലയാളത്തിൻ്റെ സ്വന്തം കവയത്രി സുഗതകുമാരി ടീച്ചർ. പ്രകൃതിയെ പ്രണയിച്ച, എല്ലാത്തിലും വിശ്വപ്രകൃതിയെ കാണുവാൻ ശ്രമിച്ച, മാനവതയുടെ മഹത്വം മനസ്സിലേറ്റിയ മനുഷ്യസ്നേഹി. അതായിരുന്നു നാടും നാട്ടാരും അമ്മയായി കണ്ട സുഗതകുമാരി ടീച്ചർ. ടീച്ചറിൻ്റെ 90ാം ജന്മദിനം നവതി ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ജന്മനാട്. പമ്പയുടെ മണൽപ്പരപ്പിലൂടെ ഓടിക്കളിച്ച ഇഷ്ടദേവനായ പാർത്ഥസാരഥിയുടെ ക്ഷേത്രാങ്കണത്തിനരികിലുള്ള കവയിത്രിയുടെ കുട്ടിക്കാലത്തിൻ്റെ സ്പന്ദനങ്ങൾ തങ്ങി നിൽക്കുന്ന വാഴുവേലിൽ തറവാടിൻ്റെ മുറ്റത്ത് പ്രകൃതി സ്നേഹികളും നാട്ടുകാരും ഒത്തുകൂടിയപ്പോൾ അതൊരു ഗൃഹാതുരത്വം നിറഞ്ഞ അന്തരീക്ഷമായി മാറി. സുഗതകുമാരി ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ആറന്മുള പുഞ്ചയുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്ന മുൻ മിസോറാം ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റാണ് സുഗതോത്സവം എന്ന പേരിൽ ടീച്ചറുടെ നവതി ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആറന്മുള ഗ്രാമത്തിലെ 18 പൈതൃക കേന്ദ്രങ്ങളിലൂടെ ഒരു ഹെറിറ്റേജ് വാക്കും സംഘടിപ്പിക്കുകയുണ്ടായി. ചരിത്ര പണ്ഡിതനായ ഡോക്ടർ MG ശശിഭൂഷൺ ഉദ്ഘാടനം ചെയ്ത പൈതൃക നടത്തം സമാപിച്ചത് സുഗതകുമാരി ടീച്ചറിൻ്റെ ജന്മഗൃഹമായ വാഴുവേലിൽ തറവാട്ടിലായിരുന്നു. കനിഞ്ഞു പൂക്കളും കായും കനിയും നീട്ടി നിൽക്കും നിൻ നിറഞ്ഞ തൃക്കരങ്ങൾക്കായിത തോഴുന്നേൻ. ശ്രീ കുമ്മനം രാജശേഖരന് പറയാനുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. സുഗതകുമാരി ടീച്ചറിൻ്റെ നവതി ആഘോഷമാണ് ആറന്മുളയിൽ നടത്തുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? പ്രധാനമായും സുഗതകുമാരി നിലകൊണ്ട ആശയാദർശങ്ങളുണ്ട്. അത് പരിസ്ഥിതിക്ക് വേണ്ടി, മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി, ഈ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സാധുക്കൾക്ക്, നിരാലംബർക്ക്, നിരാശ്രയർക്കായിട്ടുള്ള ഇവിടുത്തെ മർദ്ദിതരും പീഡിതരും ദുഃഖിതരുമായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒക്കെ നീക്കിവെച്ച ഒരു ജീവിതമായിരുന്നു. അതിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അടുത്ത തലമുറ, വരും തലമുറ ഒരു വലിയ പരിവർത്തനത്തിന് തയ്യാറാകേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ വിപത്തുകളും സാമൂഹ്യ തിന്മകളും സാമൂഹ്യ അസമത്വങ്ങളുമെല്ലാം ഉണ്ടായത് സ്വാർത്ഥതയിൽ നിന്നാണ്. മനുഷ്യ മനസ്സിലെ സ്വാർത്ഥതയാണ് അതിൻ്റെ കാരണം. ഈ സ്വാർത്ഥതയ്ക്കെതിരെയാണ്, ഈ ഇടുങ്ങിയ സങ്കുചിത ചിന്തകൾക്കെതിരെയാണ് സുഗതകുമാരി ജീവിതകാലം മുഴുവൻ പോരാട്ടം നടത്തിയത്. അചഞ്ചലമായ യാതൊരുവിധ വിട്ടുവീഴ്ചയും സന്ധിയുമില്ലാതെ നമ്മുടെ ഈ നാട്ടിലെ മണ്ണിന് വേണ്ടി, ജലത്തിന് വേണ്ടി, പുഴകൾക്ക് വേണ്ടി, മലയും കുന്നും കാവും കുളങ്ങളും അടങ്ങുന്ന പ്രകൃതിക്ക് വേണ്ടി ഒക്കെ നിലകൊണ്ടു. എല്ലാ രംഗങ്ങളിലും ഒരേ സമയം സ്പർശിച്ചുകൊണ്ട് ഒരു ബഹുമുഖ വ്യക്തിത്വം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം ഇത്രയേറെ മണ്ഡലങ്ങളിൽ അത് ആരുടെ പ്രശ്നമായിരുന്നോട്ടെ, ഏത് ജന്തു ജീവജാലങ്ങളുടെയോ സസ്യലതാദികളുടെയോ ഏതിൻ്റെ പ്രശ്നമായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ ചെന്ന് പ്രകൃതിക്കും പരിസ്ഥിതിക്കും ഒക്കെ വേണ്ടി വാദിക്കാൻ തയ്യാറാകുമ്പോൾ അത് വാസ്തവത്തിൽ മാനവികതയുടെ ഉദാത്തമായ ജീവിത ധാർമ്മിക മൂല്യങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്ന് ജനങ്ങൾക്ക് ആവശ്യം അതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ഈ ജീവിത ധാർമ്മിക മൂല്യങ്ങൾക്ക് നിലയും വിലയും ഉണ്ടാകണം. അതൊരു ഭരണഘടനാ ഭേദഗതിയിലൂടെയോ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിലൂടെയോ സാധിക്കാവുന്ന കാര്യമല്ല. അതിനാവശ്യം മനുഷ്യ മനസ്സിനെ മാറ്റുക എന്നുള്ളതാണ്, പരിവർത്തനം ഉണ്ടാകുക എന്നുള്ളതാണ്. അതിനാവശ്യം ഉള്ള പ്രേരണ, പ്രചോദനം സുഗതകുമാരിയാണ്. സുഗതകുമാരി ഒരു മോഡലാണ്, ഒരു മാതൃകയാണ്. അതുകൊണ്ടാണ് ഈ നവതി കാലഘട്ടത്തിൽ സ്കൂളുകളിൽ, കോളേജുകളിൽ, വിദ്യാലയങ്ങളിലെല്ലാം സുഗതകുമാരിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരിൽ ഒരു പാരിസ്ഥിതിക അവബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. സുഗത സൂക്ഷ്മവനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി. സ്കൂളുകളിലാണ് പ്രധാനമായും 90 വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് ഒരു വനം, അത് തീർച്ചയായിട്ടും അത് കുട്ടികളിൽ അത് കണ്ട് മനസ്സിലാക്കി വനമെങ്ങനെ എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാനാണ് ആഗ്രഹിക്കുന്നത്.
അപ്പോൾ ആ പദ്ധതികൾ ഇങ്ങനെ നടക്കുകയാണ്. ഇന്നലെ തന്നെയാണെങ്കിൽ 5 സ്കൂളുകളിൽ സുഗതവനം പ്രോജക്റ്റ് ആരംഭിച്ചു. ഇപ്പോൾ ഇനി 22-ാം തീയതി സുഗതകുമാരിയുടെ 91-ാം ജന്മവാർഷിക ദിനമാണ്. അന്ന് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നടത്തി പരിസ്ഥിതി മേഖലകളിൽ ഒക്കെ സേവന സന്നദ്ധ പ്രവർത്തനം നടത്തിയിരിക്കുന്ന ഒരു സംരക്ഷകന് അന്ന് നവതി പുരസ്കാരം കൊടുക്കുകയാണ്. അത് പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ CV ആനന്ദബോസാണ് അത് നിർവഹിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കവിതാലാപന മത്സരം, ഉപന്യാസ മത്സരം തുടങ്ങിയ ഒരു വശത്ത് നടത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു ദേശീയ സെമിനാർ, അത് എൻവയോൺമെൻറ്റ് ആൻഡ് ഹെറിറ്റേജ് എന്ന വിഷയത്തെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഉന്നത നിലയിൽ പ്രവർത്തിക്കുന്ന ആധികാരികമായി ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുണ്ട്. പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികളിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ശില്പശാലയാണ് 21-ാം തീയതി നടക്കുന്നത്. 22-ാം തീയതി ഒരു സാഹിത്യ സമ്മേളനം, അതായത് സുഗത കാവ്യ മഞ്ജരി എന്നുള്ള പേരിൽ കവി മധുസൂദനൻ നായരാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് സമാപന സഭ. അപ്പോൾ ഇത് ഒരു 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. ഇതോടൊപ്പം തന്നെ കുട്ടികളെ സുഗത വനത്തിൽ കൊണ്ടുപോയി അവിടെ സുഗതകുമാരിയുടെ കവിതകൾ ഒക്കെ കേൾപ്പിക്കുകയും കഥകളൊക്കെ പറയുകയും അവരെ രസിപ്പിക്കുകയും അവർക്ക് ഈ അവബോധം പകർന്നു കൊടുക്കുകയും ചെയ്യാൻ ഉള്ള ഒരു സുഗത വനയാത്ര ഇഞ്ചക്കാട് ബാലചന്ദ്രൻ എന്ന കവി അദ്ദേഹം അതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ വൈവിധ്യമുള്ള ഒട്ടേറെ പരിപാടികളും പദ്ധതികളുമാണ് ഈ നവതി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്നത്. അതിൽ വളരെ സുപ്രധാനമായ ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്, അതായത് പൈതൃക നടത്തം. പതിനെട്ട് സ്ഥലങ്ങൾ, 5 കിലോമീറ്ററിനുള്ളിൽ 18 സ്ഥലങ്ങൾ കടന്ന് സുഗതകുമാരിയുടെ വീട്ടിലെത്തുന്ന ഒരു തീർത്ഥയാത്രയാണ് വാസ്തവത്തിൽ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ഈ സ്ഥലങ്ങൾ വൈവിധ്യമുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ജാതി മത വർഗ വർണ്ണഭേദ ചിന്തകൾക്കൊക്കെ അപ്പുറത്തും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ത്യാഗം സഹിക്കുകയോ സംഭാവന ചെയ്യുകയോ ചെയ്തിട്ടുള്ള ആരായിരുന്നാലും, അതുപോലെ തന്നെ കലാരംഗത്തും മറ്റ് സാമൂഹ്യ പ്രവർത്തന രംഗത്തും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള മഹാത്മാക്കൾ അവിടെയൊക്കെ ജന്മസ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ടാണ് ഈ യാത്ര തുടങ്ങിയത്. തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ളൊരു വൈദ്യൻ്റെ വീട്ടിൽ നിന്നാണ്. മാലക്കര വൈദ്യൻ, ആലപ്പുറത്ത് വൈദ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഈ മൂലൂർ പത്മനാഭപ്പണിക്കർക്ക് പോലും ജ്യോതിഷ ഈ വൈദ്യ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത, അതുപോലെ തിരുവനന്തപുരത്തെ ധന്വന്തരി മഠം സ്ഥാപിച്ച ഒരു വലിയ വിശ്വസ്തനായിട്ടുള്ളൊരു വൈദ്യനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ആരംഭിച്ചത്. ഒരു വലിയ പൈതൃകമാണ്, വൈദ്യരംഗത്തെ ഒരു വലിയ പൈതൃകമാണ്. തൊട്ടടുത്ത് പോയത് പള്ളിയോടം ഉണ്ടാക്കുന്ന സ്ഥലത്താണ്. ആ പള്ളിയോടത്തിൻ്റെ ശില്പിയെ ആദരിച്ചു. ആ പള്ളിയോട രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്താണെന്നും അതിൻ്റെ പിന്നിലെ സാങ്കേതിക വിദ്യ എന്തെന്നും ശാസ്ത്രം എന്തെന്നും വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചു. അതിനുശേഷമാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് വിശദാനന്ദ സ്വാമികളെപ്പോലെ ഒരുപക്ഷെ ഈ പ്രദേശത്തെ ജനങ്ങൾ ഒട്ടാകെ തന്നെ മറന്നുപോയ ഭാരതത്തിലെ ഏറ്റവും വിശിഷ്ടനായിട്ടുള്ള ഒരു പ്രശസ്തനായ ഒരു സന്യാസിശ്രേഷ്ഠൻ ജന്മം കൊണ്ട ആ ഗൃഹത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ട വിശുദ്ധാനന്ദ സ്വാമികൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും എന്തൊരു വിസ്മയകരമായ ഒരു പ്രതികരണമാണ് ലഭിച്ചത്. കാരണം ഈ തലമുറ ഇതൊന്നും അറിയുന്നില്ലല്ലോ, പലർക്കും ഇദ്ദേഹത്തെ അറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രം പോലും കിട്ടാനില്ലാത്തൊരവസ്ഥയായിരുന്നു. അതിനുശേഷം ആണ് KM ജോർജ്, K ഭാസ്കരൻ നായർ, MK ദാമോദരൻ തുടങ്ങിയിട്ടുള്ള മഹാത്മാക്കളുടെ ജന്മസ്ഥലങ്ങൾ സന്ദർശിച്ചു. കാരണം അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇവിടെയാണല്ലോ ജീവിച്ചിരുന്നത്, ജനിച്ചതെന്നുള്ളതൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് പഠിക്കാനുണ്ടായിരുന്ന താരാപഥം എന്നുള്ള പുസ്തകം എഴുതിയത് ഡോക്ടർ K ഭാസ്കരൻ നായരാണ്. അന്നൊക്കെ അദ്ദേഹത്തെ എവിടെയാണെന്ന് പോലും അറിയാൻ അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹത്തിൻ്റെ അടുത്ത് ചെല്ലാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതൊക്കെ വായിച്ച് പഠിക്കാനും മാർക്ക് വാങ്ങിക്കാനും ഒക്കെ കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു വലിയ സന്തോഷം നൽകിയൊരു കാര്യമാണ്. ഒരു നിർവൃതിയാണ് വാസ്തവത്തിൽ ഇതെല്ലാം കഴിയുമ്പോൾ, ഒരു അനുഭൂതിയാണ്. ഈ യാത്ര ഒരു അനുഭൂതിയാണ്, അത് വലിയൊരു അനുഭവമാണ്. അത് കഴിഞ്ഞ് ഇങ്ങ് വരുമ്പോൾ ഇവിടെ കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ വീട്ടിലെത്തി അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ
കാലത്ത് ഒരുപക്ഷെ ഇതെല്ലാം തമസ്കരിക്കപ്പെടുകയല്ല, വാസ്തവത്തിൽ അറിയാതെ പോവുകയാണ്. മനഃപൂർവ്വം ആരും തമസ്കരിക്കുന്നതല്ല. ഇതൊക്കെ കുറേ കാലം കഴിയുമ്പോൾ ആരും അറിയപ്പെടാതെ അടുത്ത തലമുറയും മനസ്സിലാക്കാതെ ഇങ്ങനെ കടന്നു പോവുകയാണ്, വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അവരുടെയൊക്കെ സ്മരണകൾ അന്തി ഉറങ്ങുകയാണ് ഇവിടെ ഈ മണ്ണിൽ. അത് തട്ടി ഉണർത്തി അതിനെ ഈ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കെ വി സൈമൺ അല്ലെങ്കിൽ തൊട്ട് അതേപോലെ ജവാൻ്റെ സ്മാരകം അല്ലെങ്കിൽ മഹാത്മാഗാന്ധി 2-3 ദിവസം വന്ന് താമസിച്ച് ഇവിടുത്തെ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാൻ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലമായി വസതിഗ്രഹമായി ഉപയോഗിച്ചിരുന്ന സത്രംകടവ്, ഇതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രജാസഭാ മെമ്പറായിരുന്ന കുറുമ്പൻ ദൈവത്താൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ധന്യമായ മണ്ണ്, തിരുവോണത്തോണി, അതുപോലെ ക്ഷേത്രം. പുത്തരിയാല്, ഇവിടെ ഒരു വലിയ കാർഷിക സംസ്കൃതി നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പുത്തരിയാൽ. കാരണം ഇവിടെ മാത്രമാണ് വർഷത്തിൽ 2 നിറപുത്തരിയുള്ളത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഒരു വർഷത്തിൽ ഒന്നേ ഉള്ളൂ, ചിങ്ങമാസത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ 6 മാസത്തിലൊരിക്കൽ നിറപുത്തരിയുണ്ട്. അതിൻ്റെ അർത്ഥം വലിയൊരു കാർഷിക സംസ്കൃതി നിലനിന്നിരുന്ന ഒരു സ്ഥലം. ആറന്മുളയ്ക്ക് ആറിൻ വിളൈ എന്നൊരു വ്യാഖ്യാനവും കൂടിയുണ്ട്. കാരണം ആറിൻ്റെ തീരത്ത് ധാരാളം വിളവുണ്ടാകുന്ന ഒരു സ്ഥലമാണ് ആറന്മുള കണ്ണാടി. വളരെ ആറന്മുള കണ്ണാടി അതുപോലെ തന്നെയാണ് ആറന്മുള കണ്ണാടി, ഒരു വിസ്മയമാണ്. ലോകശാസ്ത്രത്തിലെ ഒരു വലിയ വിസ്മയമാണ്. ആ കണ്ണാടി ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്നവരുമായി അല്പസമയം പങ്കിട്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ജനങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിന് ഒരു മാന്യത നമ്മുടെ സമൂഹത്തിൽ ലഭിക്കാൻ ഇത്രയും വലിയൊരു വളരെ നിഗൂഢമായ ഒരു ശാസ്ത്രത്തെ ഒക്കൾട്ട് സയൻസ് എന്ന് പറയും, ഇതിനെ ഒക്കെ പുറത്തു കൊണ്ടുവരാൻ കഴിയണം. അത് സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് കൊട്ടാരം, ആറന്മുള കൊട്ടാരം. ഒരു കാലത്ത് രാജഭരണ കാലഘട്ടത്തിൽ ഇവിടെ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആറന്മുള കൊട്ടാരവും എല്ലാം കടന്നാണ് സുഗതകുമാരിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. സുഗതകുമാരിയുടെ വീട്ടിൽ എത്തുമ്പോഴേക്കും ഈ 18 സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ അത് വ്യത്യസ്ത വിഭിന്ന ജാതി മത രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്നവർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചിരുന്നവർ, നമ്മുടെ സമൂഹത്തിൻ്റെ വൈവിധ്യമാർന്ന തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവരുടെ എല്ലാം ജന്മസ്ഥലങ്ങളും പ്രവർത്തന കേന്ദ്രങ്ങളും സ്പർശിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ അത് എത്തിച്ചേരുന്നതെന്ന് പറയുമ്പോൾ സുഗതകുമാരിയുടെ മനസ്സെങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. സുഗതകുമാരി എല്ലാവരെയും സംഘടിപ്പിച്ചയാളാണ്. ശാന്തി സമിതി ഉണ്ടാക്കി ബിഷപ്പുമാരെയും മൗലവിമാരെയും സന്യാസിമാരെയും എല്ലാവരും ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും പിടിച്ചിരുത്തിയ ആളാണ്. ശാന്തി സമിതി രൂപീകരിച്ചയാളാണ്. ഇതുപോലെ തന്നെ മനുഷ്യാവകാശ ധ്വംസനം ഉണ്ടാകുമ്പോൾ, പ്രകൃതി ധ്വംസന പ്രവർത്തനങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ, പാരിസ്ഥിതികമായിട്ടുള്ള വലിയ വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് ഓടിച്ചെന്ന് അവിടെയെല്ലാം പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യസ്നേഹിയാണ്. ആ മഹതിയുടെ ധന്യസ്മരണകൾ അന്തിയുറങ്ങുന്ന ഒരു പ്രദേശമാണ് വാസ്തവത്തിൽ ഈ ആറന്മുള. ബാല്യകാലത്ത് ഒരുപക്ഷെ ഈ മണ്ണിലൂടെയൊക്കെ ഓടിക്കളിച്ച് നടന്നിട്ടുണ്ടാവണം ഈ പമ്പയുടെ തീരപ്രദേശത്തു കൂടി. അതുകൊണ്ട് തന്നെ ആ ബാല്യകാല സ്മൃതികൾ ഉണർത്തിക്കൊണ്ട് ആണ് ഈ യാത്ര കടന്നു പോകുന്നത്. രാജേട്ടന് ഈ ടീച്ചറുമായിട്ടുള്ള ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നല്ലോ, പ്രത്യേകിച്ച് ആറന്മുള സമരകാലത്തൊക്കെ. ആറന്മുള പുഞ്ച സംരക്ഷിക്കാനുള്ള ഒരു സമരം, ഒരു ബഹുജന പ്രക്ഷോഭം ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും എനിക്കെല്ലാം മാർഗദർശനം നൽകാനും സുഗതകുമാരി ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി അവിടെ നിന്ന് ആജ്ഞാപിക്കും, ഞാനത് നടപ്പിലാക്കും. എൻ്റെ ദൗത്യം അതായിരുന്നു. ചേച്ചി വരും, ചേച്ചി അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം തരും. അത് അച്ചട്ടായിട്ട് ചെയ്തു തീർക്കും. ബാക്കി അതിൻ്റെ എന്ത് വെല്ലുവിളികൾ ഉണ്ടായാലും സ്വയം ഏറ്റെടുക്കും. അല്ലാതെ ഞാൻ പിന്നാലെ വന്നോളാം എന്നല്ല പറയുന്നത്. ഞാൻ മുന്നിലുണ്ട്, നിങ്ങൾ ചെയ്യൂ. അങ്ങനെ ഞങ്ങളെല്ലാം പഠിപ്പിച്ച് പൊതുപ്രവർത്തനം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് പഠിപ്പിച്ച്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നു ടീച്ചർ അന്ന് ഇവിടെ സമരവേദിയിലേക്ക് എത്തി. അവസാനം ആറന്മുള ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ആ പടികൾ ചവിട്ടാൻ നിവൃത്തിയില്ലാതെ വന്ന് താഴെ നിന്ന് ഇങ്ങനെ തൊഴുന്നൊരു രംഗമുണ്ടായിരുന്നു. അവസാനം അദ്ദേഹത്തെ സാധിക്കുന്നില്ല. ഞാൻ ഇവിടെ വന്നത് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 80-ാമത്തെ വയസ്സ് 82-ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു. അപ്പോഴൊക്കെ പ്രായാധിക്യം കൊണ്ടുള്ള ക്ലേശങ്ങളെല്ലാം സഹിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഈ പ്രദേശത്തു കൂടിയൊക്കെ ഒരാളുടെ കൈക്ക് പിടിച്ചാണെങ്കിലും നടന്ന് എല്ലാം കണ്ട്
ആ ഒരു എന്താ പറയുന്നത്, യാതൊരു വിധത്തിലും ഒരു തളർച്ചയും ആ മുഖത്തോ അദ്ദേഹത്തെ ചിന്തകളിലോ സംസാരത്തിലോ നമുക്ക് നിഴലിച്ചിരുന്നില്ല. ശാരീരിക ക്ലേശം ഉണ്ടായിരുന്നപ്പോഴും സംസാരമെല്ലാം തന്നെ ഒരു വലിയ ധീരതയുടെ, ആത്മാഭിമാനത്തിൻ്റെ, ആത്മധൈര്യത്തിൻ്റെതായി. ടീച്ചറിൻ്റെ വീട് ഒരു മ്യൂസിയം ആക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു ചർച്ചകളൊക്കെ നടന്നു. ദേശീയ സ്മാരകമാകണം എന്നാണ് നമ്മൾ പറയുന്നത്. ദേശീയ തലത്തിൽ അറിയപ്പെടേണ്ട ആളാണ്, ദേശീയ തലത്തിൽ അംഗീകാരം നേടിയെടുക്കേണ്ട ആളാണ്, നൽകേണ്ട ആളാണ്. ഒരു ദേശീയ സ്മാരകമായിട്ട് അത് ഉയരേണ്ടതാണ്. കുരുന്നു തൊട്ടിലായി മണിമഞ്ചമായി ശാന്തമായി ഞങ്ങൾക്കുറങ്ങുവാൻ ഒടുക്കത്തെ കനൽ വീരിപ്പായി. ഇത് ഒരു മ്യൂസിയം ആക്കാൻ ഉള്ള ഉദ്യമങ്ങൾ എന്തൊക്കെയാണ് ഈ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന്? ട്രസ്റ്റ് അതിന് വേണ്ടി ശ്രമിക്കുക, അന്നും ശ്രമിച്ചിട്ടുണ്ട്, ഇന്നും ശ്രമിക്കും, ആ ശ്രമം തുറന്നുകൊണ്ടേയിരിക്കും. ആറന്മുളയുടെ ഒരു കൾച്ചറൽ സെൻ്റർ ആകാൻ തീർച്ചയായിട്ടും ഒരു എന്തുകൊണ്ടും യോഗ്യമായൊരു ഇടമാണത്. സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി അത് മാറണം. ആ നിലയ്ക്ക് ആത്മാഭിമാനം പകർന്നു തരുന്ന ഒരു സ്ഥലമാണ്, ഇടമാണ്. അതുകൊണ്ടാണ് ഇതിനെ തീർത്ഥയാത്ര എന്ന് പറയുന്നത്. ഒരു തീർത്ഥസ്ഥാനമാണ്, ഒരു മഹതിയുടെ ജന്മം കൊണ്ട് പുണ്യമാണ്. ഓക്കെ, താങ്ക് യു. കേരളത്തിൻ്റെ പ്രശസ്തനായ ചരിത്ര ഗവേഷകൻ ശ്രീ MG ശശിഭൂഷൺ സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. സാറിന് സുഗതകുമാരി ടീച്ചറുമായിട്ടുള്ള ഒരു അസോസിയേഷനെ കുറിച്ച് സാർ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു. എനിക്ക് ആ 3 സഹോദരിമാരെയും അറിയാമായിരുന്നു, അടുത്തറിയാമായിരുന്നു. പ്രൊഫസർ ഹൃദയകുമാരി ടീച്ചർ എൻ്റെ അധ്യാപികയായിരുന്നു. പ്രൊഫസർ സുജാത ദേവി ഇളയ അനിയത്തി, ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു വിവിധ കോളേജുകളിലും അതുപോലെ മറ്റ് സാംസ്കാരിക രംഗങ്ങളിലും. നടുവിലുള്ള ആളാണ് സുഗതകുമാരി. അവരെനിക്ക് എന്നും ഒരു വഴികാട്ടിയായിരുന്നു. ഒരു എഴുത്തുകാരി ആക്ടിവിസ്റ്റ് ആകുന്നത് രചനകളെ പ്രതികൂലമായി ബാധിക്കും എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സുഗതകുമാരി ജീവിച്ചിരുന്നത്. പക്ഷേ ആക്ടിവിസം കവിതയ്ക്ക് ഒരു ഊർജമായി അവർ മാറ്റുകയായി. പ്രകൃതി വിധ്വംസന പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിശിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. അവരെ ഭയമായിരുന്നു. സുഗതകുമാരിയെ കേരളത്തിലെ ഭരണാധികാരികൾക്ക് പലർക്കും ഭയമായിരുന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഈ സൈലൻറ്റ് വാലി എന്ന് പറയുന്ന ആ ഒരു പദ്ധതിക്ക് എതിരായിട്ടാണ് കേരളത്തിലെ പ്രകൃതി സ്നേഹികൾ ആദ്യമായി സംഘടിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നേതൃത്വത്തിൽ സൈലൻറ്റ് വാലി പദ്ധതിക്ക് അനുകൂലമാകാൻ വേണ്ടിയിട്ട് എഴുത്തുകാരെയൊക്കെ അവരിങ്ങനെ സംഘടിപ്പിക്കുകയാണ്. ചെറിയ ചെറിയ പ്രലോഭനങ്ങളൊക്കെ കൊടുത്ത് അവരെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രകൃതി സ്നേഹികളെ പരിസ്ഥിതി മൗലികവാദികൾ എന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ സുഗതകുമാരി രംഗത്ത് വന്നതോടുകൂടി ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എല്ലാ തന്ത്രങ്ങളും പാഴായി പോവുകയാണ് ചെയ്തത്. കേരളത്തിൽ ഈ വൻകിട ജലസേചന പദ്ധതികളല്ല വേണ്ടത്, ചെറുകിട ജലസേചന പദ്ധതികളും അതുപോലെ ഊർജത്തിന് വേണ്ടി ഇതര മാർഗങ്ങളും ഇവിടെ പരീക്ഷിക്കണമെന്ന് ഉള്ളൊരു ചിന്ത വരാൻ കാരണം പ്രൊഫസർ സുഗതകുമാരിയുടെയും അതുപോലെ NV കൃഷ്ണവാര്യരുടെയും അതുപോലെ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെയും മറ്റും നേതൃത്വത്തിൽ നടന്ന പരിസ്ഥിതി പ്രവർത്തനങ്ങളാണ്. സുഗതകുമാരി കാവ്യരംഗത്തേക്ക് വരുന്നത് G ശങ്കരക്കുറുപ്പിൻ്റെയും മറ്റും കവിതയുടെ ചുവട് പിടിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ വളരെ വേഗം അവർ എഴുത്തിന് അവരുടേതായ ഒരു തലം ഉണ്ടെന്ന് തിരിച്ചറിയുകയും അത് കണ്ടെത്തുകയും അങ്ങനെ രചനകളുമായി മുമ്പോട്ട് പോവുകയും ചെയ്തു. ഇലത്താളം തിമില മദ്ദളമിടയ്ക്കയും ചേർന്നു പാട കൊമ്പു കുറുകുഴൽ ശംഖിനോട് തോങ്കാരധ്വനി പാട നിളയിൽ പൊന്നലകൾ പാട മുടിയുലഞ്ഞു കാറ്റിലാടും മുളങ്കാടുകൾ പാട തുമ്പിക്കിടാങ്ങൾ പാട മണികിലെങ്ങും വില്ലുകൊട്ടി തുലാവർഷമുകിലു പാട മധുരമൊഴിയായ സാക്ഷാൽ കൈരളി പാട. സാറേ, കാവുകളും കുളങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ
ടീച്ചർ ഒരുപാട് മുൻകൈ എടുത്തിരുന്നൊരു വ്യക്തിത്വമായിരുന്നു. സാറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കവിത ഏതായിരുന്നു? അവരുടെ പാവം മാനവ ഹൃദയം തൊട്ടുള്ള എല്ലാ കവിതകളും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. എങ്കിലും ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന കവിത ഞാൻ ഇന്നും എത്രയോ തവണ അത് മറക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കവിത കൃഷ്ണ നീ എന്നെ അറിയില്ല കൃഷ്ണ നീ എന്നെ അറിയുന്നില്ല എന്ന കവിത തന്നെയാണ്. അതിന് പിന്നീട് പ്രത്യാഖ്യാനം എന്നുള്ള നിലയിൽ കവിത വന്നു. അതുപോലെ അതിന് കൂട്ടിച്ചേർക്കൽ എന്നുള്ള നിലയിലെ കവിത വന്നു. മലയാളത്തിലെ കൃഷ്ണ കവിതകളുടെ തന്നെ ഒരു മായിക ലോകത്തിൻ്റെ മുന്നോടിയാകുന്നതിന് സുഗതകുമാരിക്ക് കഴിയുകയുണ്ടായി. ഒരു വ്യക്തി എന്ന നിലയിലും പലപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം കണ്ടു കഴിഞ്ഞാൽ അത് പറയാനൊന്നും അവർ മടിക്കുകയില്ല. അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഭംഗി വാക്കുകൾ കൊണ്ട് പറയാതിരിക്കുകയുമില്ല. പക്ഷേ ഒരു ഏറ്റവും നിർണായകമായൊരു മുഹൂർത്തത്തിൽ സുഗതകുമാരി ടീച്ചർ സാന്ത്വനവുമായി എത്തുമെന്നുള്ളതിന് വ്യക്തിപരമായി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ആറന്മുള പുഞ്ചയ്ക്ക് വേണ്ടിയുള്ള സമരം തന്നെ അതിനൊരു ഉദാഹരണമാണ്. ആറന്മുളയെ അമ്മയുടെ ഭൂമിയായിട്ടാണ് കണ്ടിരുന്നത്. അച്ഛൻ ബോധേശ്വരൻ സ്വാമി നെയ്യാറ്റിൻകരക്കാരനാണ്. അപ്പം നെയ്യാറ്റിൻകരയും ടീച്ചറിന് പ്രിയപ്പെട്ടതാണ്. ഞങ്ങൾ ഒന്നിച്ച് നെയ്യാറ്റിൻകരയിലേക്ക് ഒരു യാത്ര നടത്തിയത് ഇന്ന് ഓർക്കുന്നു. കൃഷ്ണഭക്തി ഈ ആറന്മുളയിലും നെയ്യാറ്റിൻകരയ്ക്കും പൊതുവായിട്ടുള്ളതാണ്. പൊതുവായിട്ട് കൃഷ്ണൻ ഇവിടുത്തെ പാർത്ഥസാരഥിയും നെയ്യാറ്റിൻകരയിലെ ഉണ്ണികൃഷ്ണൻ ബാലകൃഷ്ണനും എല്ലാം കൃഷ്ണൻ്റെ തന്നെ ഭാവഭേദങ്ങളാണ്. എങ്കിലും ഈ കേരളീയ രീതി അനുസരിച്ച് അമ്മയുടെ നാടാണ് മാതൃഭൂമി എന്ന് പറയുന്നത്. ഈ പ്രകൃതിയെ തൊട്ടറിയാത്ത ഒരു കവിതാശകലം പോലും ടീച്ചറിൻ്റെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു അനുഗ്രഹീതയായ പ്രതിഭ. താങ്ക് യു സർ. മണ്ണിനും മരത്തിനും പക്ഷിമൃഗാദികൾക്കും വേണ്ടി ദുരമുത്ത മർത്യനോട് കലഹിച്ചിരുന്ന പരിസ്ഥിതിയുടെ കാവലാളായിരുന്നു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവയിത്രി സുഗതകുമാരി ടീച്ചർ. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ വൃക്ഷമിത്ര അവാർഡ് നേടിയ സുഗതകുമാരിയെ രാജ്യം 2006 പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചിരുന്നു. കാടിനെ എന്നും സ്നേഹനിധിയായിരുന്ന അമ്മയ്ക്ക് ആരാധനയോടെ മാത്രമേ കാണുവാനാകുമായിരുന്നുള്ളൂ. കാടിനെ പറ്റിയുള്ള ടീച്ചറുടെ ഉദാത്തമായ ചിന്തകൾ, വാക്കുകൾ ഞാനിവിടെ ഒന്ന് കടമെടുക്കുകയാണ്. പാദങ്ങൾക്കിടയിൽ നനഞ്ഞു പതുപതുത്ത ഭൂമി, ആയിരം വർഷങ്ങളായി പൊഴിയുന്ന ഇലകൾ വീണു വീണു ദ്രവിച്ച കനത്ത് കിടക്കുന്ന കട്ടിപ്പരവതാനി. അതിൽ കോടിക്കണക്കിന് ചെറുജീവികളുണ്ട്. അതിസൂക്ഷ്മ സസ്യങ്ങളും പൂവുകൊണ്ട് കൊറിതട്ട കുഞ്ഞു ചെടികളും പുൽത്തരങ്ങളും കൂണുകളും പൊന്തകളും വള്ളികളും ചെറുമരങ്ങളും മരങ്ങളിൽ പറ്റിപ്പിടിച്ചു വളരുന്ന 1000 സസ്യങ്ങളും മരക്കൂണുകളും പന്നൽ ചെടികളും ഓർക്കിഡുകളും മഹാവൃക്ഷങ്ങളും വൃക്ഷപ്പന്തലുകളും എല്ലാം ചേർന്നതാണ് കാട്. ഓരോ മരത്തിനും അതിൻ്റേതായ പ്രത്യേക വ്യക്തിപ്രഭാവമുണ്ട്. കാട്ടിലെ ആലിനും കാട്ടുമരുതിനും തേക്കിനും കരിവീട്ടിക്കും കാഞ്ഞിരത്തിനും പുന്നയ്ക്കും മലവേപ്പിനും മുള്ളൻപനയ്ക്കും കാട്ടയണിക്കും ഞാവലിനും പേരറിയ 100 മരങ്ങൾക്കുമെല്ലാം വ്യത്യസ്ത ഛായയാണ്, ഭാവമാണ്, സൗന്ദര്യമാണ്. ഓരോ വള്ളിക്കും ചെടിക്കും അതിൻ്റേതായ ചാരുതയാണ്. സുഗതകുമാരി ടീച്ചർ ഇത് പറയുമ്പോൾ പ്രകൃതിയോടുള്ള ആ മനസ്സിൻ്റെ ആർദ്രതയും മമതയും ഭക്തിയും സ്നേഹവുമാണതിൽ പ്രതിഫലിക്കുക. ഒരിക്കലും പിരിയാത്ത കൂട്ടുകാരനായി ഞങ്ങൾ കനർഘ കാരുണ്യവർഷം ചൊരിയുവോനേ, വിരിഞ്ഞ മാറിലായി ഞങ്ങൾ തറയ്ക്കുന്ന മഴുപ്പാടും അണിഞ്ഞു നിൽക്കുമാ നീർന്ന നില തോഴുന്നീൻ. സൈലന്റ് വാലിയുടെ സംരക്ഷണം മുതൽ ആറന്മുള പുഞ്ചയുടെ സംരക്ഷണം വരെ തികഞ്ഞ അഹിംസാ മാർഗത്തിലൂന്നി മികച്ച പൊതുജന പങ്കാളിത്തത്തോടെ തന്നെ ഉറപ്പാക്കാൻ പ്രയത്നിച്ച മലയാളത്തിൻ്റെ പാരിസ്ഥിതിക അംബാസഡറായി അറിയപ്പെട്ടിരുന്ന സുഗതകുമാരി ടീച്ചറുടെ സ്മരണയ്ക്ക് മുൻപിൽ ഒരുപിടി ഓർമ്മ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് മൊസൈക്ക് ഇന്ത്യയുടെ ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇനി മറ്റൊരു വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുട്ടൂർ സൈനിങ് ഓഫ് ഫ്രം മൊസൈക്ക് ഇന്ത്യ. താങ്ക് യു. Mosaic India, a mirror to memorable musings.
magniloquent, optimistic, zestful, awesome, inspirational, and courageous. Let's explore together.